ഹലോ. അപ്പം നമ്മുടെ സീനിയേഴ്സിന് ഇന്ന് സെൻഡ് ഓഫ് കൊടുക്കുന്ന ദിവസമാണ്. ഇതേ മുല്ലപ്പൂവൊക്കെ വെച്ചാണ് പോക്ക്. ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടിരുന്ന് കെട്ടിയുണ്ടാക്കിയതാണ്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. അപ്പോൾ സെൻഡ് ഓഫിനുള്ള ക്യാഷ് കളക്ട് ചെയ്തിട്ട് കൂട്ടിയും കുറച്ചും നോക്കുകയാണ് രണ്ടുപേരും. പിന്നെ ഓർഡർ ചെയ്ത ഫുഡും കേക്കൊക്കെ വാങ്ങാനുള്ള പോക്കാണ്. തൊപ്പിയുടെ മുകളിൽ ഹെൽമെറ്റ് വെച്ചാൽ മനസ്സ് ആരും കാണാണ്ട് പോരുത്. അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ബിരിയാണിയും ഒറ്റപ്പാലത്ത് നിന്ന് കേക്കും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൊണ്ട് ഇവർ കോളേജിലെത്തിയിട്ടുണ്ട്. കേക്കും പിടിച്ചിട്ടുള്ള ആ വരവ് കണ്ടോ? അങ്ങനെ അതിനൊക്കെ ശേഷം ഫുഡും കേക്കും എടുത്തിട്ട് നമ്മൾ നേരെ സീനിയേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് പോവാണ്. അവിടെ ചെന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസ്. ചിറകിൽ വെൺചിറകിൽ പറക്കാനൊരു മോഹം, നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം. ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട്? മായക്കാറ്റെ നില്ല് നില്ല്, ചിത്തിരക്കൈയിലെന്തുണ്ട്? അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴിയോ? പെറ്റുപെരുകണ പൊന്മയിൽ പിലിയോ? ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട്? മായക്കാറ്റെ നില്ല് നില്ല്. അപ്പം നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. പേരിനൊരു കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ കേക്കിന് വേണ്ടിയുള്ള അടിയാണല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ബെഞ്ചില്ലാത്തതുകൊണ്ട് കാർത്തിക് അപ്പുറത്ത് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ബിരിയാണി ഇല്ലേ, അപ്പോൾ ശുഷ്കാന്തി ഇത്തിരി കൂടും. എല്ലാ ക്ലാസ്സിലും ഉണ്ടാവില്ലേ ഒരു കേക്ക് കട്ടിംഗ് സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ നമ്മുടെ കേക്കിനെ ഈ കാണുന്ന കോലത്തിലേക്കാക്കി മാറ്റിയത് നമ്മുടെ ക്ലാസ്സിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഇന്നത്രയ്ക്കുള്ളൂ. ചാനൽ ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.